വെൽക്കം ടു സിമ്പിൾ PSC. നമ്മൾ പുതിയ CRT ടെക്സ്റ്റ് ബുക്കുകളുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സയൻസ് 5ാം ക്ലാസ്സിൽ സയൻസ് ചാപ്റ്റർ നമ്മളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൽ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമമാണ്. പീലിയുടെ ഗ്രാമത്തിൽ അങ്ങനെ അധികമൊന്നും പറയുന്നില്ല. കൂടി നമുക്ക് ആവശ്യമുള്ള കൂടി ഒരു പോയിന്റ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഈ പിള്ളേർ ടൂർ പോകുന്നതും അവിടുത്തെ ഗ്രാമങ്ങളിൽ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. നമുക്കത്ര ആവശ്യമുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ. ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താണ്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരെത്തുന്നത്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും നമ്മളുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. കാരണം ഒന്നാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ അധികമൊന്നും പറയുന്നില്ല. ഗ്രാമങ്ങളിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് അവിടെ പറയുന്നത്. വയൽ കണ്ടു, അതുപോലെ തന്നെ അവിടുത്തെ കുറേ കൾച്ചറുകൾ കണ്ടു. ഫുഡ് കഴിക്കണമെന്നാണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമത്തലവനുണ്ട്, അതുപോലെ തന്നെ അവിടെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ടതും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ, ഓരോ കടലാസ് കൊണ്ടും ഓല കൊണ്ടൊക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഉത്സവം, അതുപോലെ തന്നെ രാത്രി പോയാലുള്ള മാനത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെ അവർ ടൂർ പോയൊരു കഥയാണ് അവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ ഇടാം. രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഭക്ഷണവും മനുഷ്യരും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താണ്? ഒക്ടോബർ 16 എന്താണ്? ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ 16 അല്ലേ. അപ്പോൾ ഒക്ടോബർ 16 ആണ് ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത്. ലോക ഭക്ഷ്യദിനത്തിനോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നോ? അങ്ങനെ പിള്ളേരുടെ ഒരു അനുഭവം പറയുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ ജീവികൾക്കും എന്താണ്? ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകളും പഴങ്ങളും കിഴങ്ങുകളും ധാന്യങ്ങളും എന്നിവയൊക്കെയായിരുന്നു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജീവികളെ കൊന്നിട്ടും ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. വേട്ടയാടലൊക്കെ പറയുന്നുണ്ട്. തീയും ഭക്ഷണവും, അങ്ങനെ ആദിമ മനുഷ്യർ പിന്നെയാണ് തീ കണ്ടുപിടിക്കുന്നത് അല്ലേ. അങ്ങനെ ഫസ്റ്റ് തീ കണ്ടുപിടിച്ചു. തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഓരോ ഭക്ഷണ സാധനങ്ങളും കഴിച്ചു നോക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കും അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായിട്ട് അവർ മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതനായി. അപ്പോൾ തീ കണ്ടുപിടിച്ചതിന് ശേഷം അവർ ഭക്ഷണം വേവിച്ച് കഴിച്ചു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമൊക്കെ പച്ച മാംസങ്ങളൊക്കെയാണ് കഴിച്ചിരുന്നത്. പിന്നീട് അവർ വേവിച്ച ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതുപോലെ തന്നെ വേരുകളും കിഴങ്ങുകളും അവർ ഭക്ഷിച്ചിരുന്നല്ലോ ആദ്യം. പക്ഷെ അത് എന്ത് ചെയ്തു? തീ വന്നതിന് ശേഷം ചുട്ടു തിന്നാനായിട്ട് തുടങ്ങി. പിന്നെ ആദ്യം എന്ന് വെച്ചാൽ അവർ അന്നേക്കുള്ള ഭക്ഷണം അന്നന്ന് കണ്ടുപിടിക്കും, വേട്ടയാടും, കൊല്ലും, അതുപോലെ തന്നെ തിന്നും. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് പുതിയ ഭക്ഷണ സമ്പാദനത്തിനായിട്ട് പുതിയ രീതികൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങിയത്. തീ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നുണ്ടല്ലോ. തീ ഉൽപ്പാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചാണ് തീ ഉണ്ടാക്കുന്നത് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് തീ കണ്ടുപിടിക്കുന്നത് കേട്ടോ. എന്താണ് ഭക്ഷ്യ ഉൽപ്പാദനം എന്ന് പറയുന്നത്? കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായിട്ടുള്ള മൃഗം ഏതാണ്? നായയാണ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമായിട്ട് ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്?
ആദ്യം തീ കണ്ടുപിടിച്ചു, അതിനുശേഷം മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കുവാനൊക്കെ തുടങ്ങി ഭക്ഷണത്തിനായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് മനുഷ്യരോട് ഇണങ്ങിയതും മനുഷ്യർ ഇണക്കി വളർത്താൻ ആരംഭിച്ചതും ആരായിരുന്നു? നായയായിരുന്നു. അതുപോലെ തന്നെ ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയും അവർ ഇണക്കി വളർത്തിയിരുന്നു. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിയുള്ളതിനാലാണ് വേട്ടയാടലിനും കാവലിനുമായിട്ട് നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തീ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇണക്കി വളർത്തി തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നെ അവർ പറയുന്നത് എന്താണ്? പുതിയ തൈകൾ മുളച്ചു വരുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അങ്ങനെ അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും അളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തീ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, പിന്നെ നായ്ക്കളെ ഇണക്കി വളർത്തി തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് പുതിയ തൈകൾ മുളച്ചു വരുന്നത് കണ്ടു. അങ്ങനെ ഉള്ള സംഭവമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ തൈകൾ വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുമല്ലേ, അതുപോലെ തന്നെ ഉണക്കാതിട്ടാലോ തുടങ്ങിപ്പോകും. അപ്പോൾ അതെല്ലാം ചെറിയൊരു ഈർപ്പും ചെറിയൊരു ചൂടുണ്ടെങ്കിൽ മാത്രമാണ് വിത്ത് മുളയ്ക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും വളക്കൂറുള്ള മണ്ണൊക്കെ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? നദീതടങ്ങളിലായിരിക്കും അല്ലേ. അങ്ങനെ നദീതടങ്ങളിൽ എന്ത് ചെയ്തു? വൃക്ഷത്തൈകൾ തെരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ അവർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ ഭക്ഷണം തേടി അലഞ്ഞുതിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനായിട്ട് സാധിക്കും, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വരില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു ഇവർ അന്നേക്കുള്ള ഭക്ഷണം മാത്രമാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ സംഭരിക്കാനുള്ള ഇതും കൂടി നോക്കുകയാണ്. ആദ്യ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായത് അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത് നമുക്ക് നോക്കാം. മൺപാത്രങ്ങളിൽ വെച്ചിരുന്നു, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഉണ്ടായിരുന്നു, ഈര കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇനി ആദ്യകാലത്തെ കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായിട്ട് രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. അപ്പം മൺപാത്രങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതെന്നാണ് ഇവിടെ പറയുന്നത്. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായിട്ട് രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്ന് അവർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? മൺപാത്രം എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. ആ മൺപാത്രത്തിൽ അവർ ഭക്ഷണം സൂക്ഷിച്ച് വെക്കുക മാത്രമല്ല, അവർ ഭക്ഷണം പാകം ചെയ്തിട്ടും കൂടി ഉണ്ടായിരുന്നു. ഇനി എന്താണ് ധാന്യപ്പുര എന്ന് പറയുന്നത്? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. എന്നാണ് പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം, അല്ലാന്നുണ്ടെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര എന്ന് പറയുന്നത്. ഇവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ഈ ധാന്യപ്പുര എന്ന് പറയുന്നത്. അത് ഏത് സംസ്കാരമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹാരപ്പൻ സംസ്കാരം ട്ടോ. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അപ്പോൾ ഇത്ര നാൾ വരെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കും, വേറെ കൈമാറ്റങ്ങളൊന്നും നടക്കുന്നില്ല അല്ലേ. എന്നാൽ പിൽക്കാലത്ത് എങ്ങനെയായിരിക്കും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം? അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിന് സംഭരിക്കുക മാത്രമല്ല, അത് ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായിട്ട് ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു എന്നും പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് അല്ലേ. നമ്മളെന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാം, അവരുണ്ടാക്കുന്നത് എന്താണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അതിനാണ് കൈമാറ്റം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായിട്ട് സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പം എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം കടൽ തീരത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പുമീനായിരിക്കില്ലേ കൂടുതൽ കിട്ടുക, അപ്പോൾ അത് നമുക്ക് കൈമാറാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വനങ്ങളിൽ നിന്നിട്ടുള്ള ആൾക്കാർക്കോ വനവിഭവങ്ങൾ ഉണ്ടായിരിക്കും, അത് നേരെ തിരിച്ച് അങ്ങോട്ടും കൈമാറാനായിട്ട് പറ്റും. അപ്പം ഉള്ളവർക്ക് ഉള്ളത് ഇല്ലാത്തവർക്കും കൊടുക്കും, ഇല്ലാത്തവരെന്ത് ചെയ്യും ബാക്കിയുള്ള ആൾക്കാർക്കും കൊടുക്കും. അങ്ങനെ ഉള്ള കൈമാറ്റമായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇനി എന്താണ് കൈമാറ്റ സമ്പ്രദായം എന്ന് പറയുന്നത്. നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ന് പറയുന്നത് കൈമാറ്റ സമ്പ്രദായം, അല്ലെങ്കിൽ അതിനെ പറയുന്ന പുതിയ പേരാണ് ബാർട്ടർ സമ്പ്രദായം. അപ്പം എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ കൈമാറ്റ സമ്പ്രദായത്തിന് പറയുന്ന വേറൊരു പേരാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ കൈമാറ്റം തുടങ്ങി അല്ലേ. അങ്ങനെ കൈമാറ്റങ്ങൾ തുടങ്ങിയതിന് ശേഷം അത് കച്ചവടത്തിലേക്ക് നയിച്ചു. അപ്പോൾ കച്ചവടം വന്നപ്പോൾ എന്തായി, ചന്തകൾ വന്നു. ചന്തകൾ വന്നപ്പോൾ കച്ചവട കേന്ദ്രങ്ങളായിട്ടുണ്ടായി. അതുപോലെ തന്നെ ഈ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എല്ലാവരും എത്തുകയും അത് ക്രമേണ നഗരങ്ങളായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കണ്ട സാധനങ്ങളുടെ ആദ്യം തന്നെ എന്താണ് സാധനങ്ങളുടെ കൈമാറ്റം, പിന്നെ എന്ത് വന്നേ ചന്തകൾ വന്നു അല്ലേ. പിന്നെ ചന്തകൾ വന്നു, അങ്ങനെ ചന്തകൾ വന്നതിന് ശേഷം അവിടെ എന്ത് വന്നു, കച്ചവട കേന്ദ്രങ്ങൾ വന്നതിന് ശേഷം ആണ് എന്തായിട്ട് ക്രമേണ നഗരങ്ങളായിട്ട് മാറുന്നത് കേട്ടോ. ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. നമ്മുടെ ദേശത്ത് മാത്രമായിരുന്നു ആദ്യം തന്നെ കൈമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ദേശങ്ങൾ കടന്ന് എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നടന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിൻ്റെ വിദൂര ദേശങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റക്കാരുണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായിട്ടും കൈമാറ്റം നിലനിന്നിരുന്നത്. അപ്പോൾ ഏതൊക്കെ ആൾക്കാരായിട്ടായിരുന്നു. റോമ, ചൈന, അറബി, പേർഷ്യ, ജൂതർ എന്നിവരുമായിട്ടാണ് പ്രധാനമായിട്ടും കൈമാറ്റങ്ങൾ നിലനിന്നിരുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവാപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്തൊക്കെയായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവാപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. കുരുമുളകിന് എന്താണ് വിദേശികൾ പറയുന്നത്. വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു, കുരുമുളകായിരുന്നു. കുരുമുളകിന് എന്താണ് പറയുന്നത്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്, കുരുമുളകാണ്. കുരുമുളകിനെയാണ് എന്നറിയപ്പെടുന്നത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. ഇനി വാസ്കോ ഡ ഗാമയോട് എന്താ പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായിട്ട് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. വാസ്കോ ഡ ഗാമ എത്തിയതിനു ശേഷം സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര റേറ്റ് കുറവാന്ന് കണ്ടു. അപ്പം എന്ത് ചെയ്തു, ഭയങ്കര ചെറിയ റേറ്റിൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ നല്ല റേറ്റിൽ കൊണ്ട് വിറ്റു. അപ്പം അങ്ങനെ ആൾ എന്തായി കൊടീശ്വരനായിട്ട് മാറിയില്ലേ. അങ്ങനെ ആൾ അതാണ് പറയുന്നത്, ആൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയാണ് 60 ഇരട്ടി വിലയുടെ ചരക്കുകളായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ വാസ്കോ ഡ ഗാമ. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായിട്ട് ചില ഭക്ഷണങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് എത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. പപ്പായ, പൈനാപ്പിള്, പേരയ്ക്ക എന്നിവയൊക്കെ എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. അമേരിക്കയിൽ നിന്നാണ് ഈ മൂന്നും വന്നേക്കുന്നത്. അതുപോലെ തന്നെ കശുവണ്ടി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഒന്ന് കമന്റ് ചെയ്യട്ടെ. കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് എന്നിവയൊക്കെ എവിടെ നിന്നായിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം.
ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാകുന്നു. അപ്പോൾ ഇവിടെ പേരയ്ക്കയെ കുറിച്ച് പറയുന്നുണ്ട്. പേരയ്ക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. പേരയ്ക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പേരയ്ക്കയാണ് ഉഷ്ണമേഖലയിൽ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് എന്തെത്തിച്ചത്? ഇന്ത്യയിലേക്ക് എത്തിച്ചത്? പേരയ്ക്ക എത്തിച്ചത് കേട്ടോ. അപ്പോൾ പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ്. ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. ഉഷ്ണമേഖലയിൽ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പേരയ്ക്കയാണ് അറിയപ്പെടുന്നത്. ഇനി ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തി. അപ്പം എന്താണ് മിശ്രഭോജനം നടത്തിയത്? ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. എവിടെയാണ് നടത്തിയത്? എറണാകുളത്തെ ചെറായിലാണ് മിശ്രഭോജനം നടത്തിയത്. സഹോദരൻ അയ്യപ്പനാണ് നടത്തിയത്. അപ്പം എന്താണ് മിശ്രഭോജനം എന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയെന്ന് പറയുന്നുണ്ട്. 1917 മെയ് 29-നാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായിട്ട് വന്നു. കേരളത്തിൽ നിലനിന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് എന്ന് പറയുന്നു. അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്ത് അസമത്വത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നുണ്ടല്ലേ, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ നല്ല ഭക്ഷണമുള്ള ഇതാണ് ഇന്ത്യ എന്നുള്ളത്. എന്നാൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എന്താണ് ഭക്ഷണമില്ലാത്ത ദാരിദ്ര്യ സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട്, അതുപോലെ തന്നെ സിറിയയിൽ കൊടുംപട്ടിണി, ഉക്രൈനിലെ യുദ്ധത്തിൽ പട്ടിണി, അതിരൂക്ഷമായ വളർച്ചയിൽ സൊമാലിയയിലെ കുട്ടികൾക്ക് ഭക്ഷണമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവും ദാരിദ്ര്യത്തിനും പട്ടിണിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാരണമാകുന്നത്? പറഞ്ഞേ. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവയും ദാരിദ്ര്യത്തിനും പട്ടിണിക്ക് കാരണമാകുന്നുണ്ട്. ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനുദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത്. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത് എക്സാമ്പിളാണ്. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി ഇവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. അപ്പോൾ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം 1943 അതിൽ കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. അപ്പോൾ പട്ടിണിക്ക് വേറൊരു കാരണം എന്താണ്? സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥാഇഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. ഒക്ടോബർ 16-നാണ് ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത്. എന്താണ് ലോക ഭക്ഷ്യദിനം എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മാതൃകയായ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ളതാണ്. ഇനി എന്താണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്നത്? 2013 ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു വിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. 2013 എന്ന് പറയുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്നത്.
അനാരോഗ്യകരമായിട്ടുള്ള പല ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലിക്കും കാരണമാകുന്നുണ്ട്. പിന്നെ 2023 എന്താണ് പ്രത്യേകത? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്ന് പറയുന്നത്. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. പുല്ലുവർഗ്ഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? പുല്ലുവർഗ്ഗത്തിൽപ്പെടുന്ന ധാന്യവിളകളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ജോവർ, റാഗി, വരക്, തിന എന്നിവയൊക്കെ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയാണ് കേട്ടോ.